ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഇ.പി. ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ച ആത്മകഥാ വിവാദം, അതിൽ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പുറത്തൊക്കെ വിശദീകരിച്ച കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അത് പാർട്ടിക്ക് മുമ്പിലും പറയുക എന്നതായിരിക്കും ഇ.പി. സ്വീകരിക്കുന്ന നിലപാട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് ചില നടപടികളിലേക്ക് വിശദമായി ഈ വിഷയത്തിലൊരു പരിശോധനയിലേക്ക് CPIM കടക്കുന്നുണ്ട്. അതീവ ഗൗരവത്തോടു കൂടി തന്നെ പാർട്ടി അതിനെ കാണുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ, ഉമേഷ്? ഇത് പ്രധാന അജണ്ട രണ്ട് സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലായിരിക്കും. എന്തായാലും അതിനുശേഷം ഇ.പി.യുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അത് ഇ.പി. നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇ.പി. വിശദീകരിക്കും. അതേസമയം അതിൽ തുടർ ചർച്ചകൾക്കോ തുടർ നടപടികൾക്കോ ഇപ്പോൾ സാധ്യത കുറവാണ്. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഒരു തുടർ നടപടിയോ അല്ലെങ്കിൽ വിശദമായി ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കോ സാധ്യതയുള്ളത്. എന്തായാലും ഇ.പി. താൻ എഴുതിയ ആത്മകഥയുടെ ഭാഗങ്ങളല്ല പുറത്തു വന്നതെന്നും താൻ DC-യുമായി ഒരു കരാറും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള നിലപാട് അത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ആവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അത് തുടർച്ചയായി ആവർത്തിക്കും. തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ചതി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. എന്തായാലും DC-ക്കെതിരെ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന വിവരങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റിൽ അറിയിക്കും. എന്നാൽ അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെയാണ് ഇ.പി. തിരികെ കണ്ണൂരിലേക്ക് മടങ്ങിയത്. അതിനുശേഷം ദീർഘനാളത്തെ അവധിക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ വിവാദത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹത്തിന് പ്രതികരണം ചോദിച്ചപ്പോൾ പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ചതി സംശയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു പറയേണ്ടതെല്ലാം അപ്പോൾ പറയാം, എല്ലാവരെയും കാണുന്നുണ്ട് എന്നും ഇ.പി. പറഞ്ഞു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. റിജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആത്മകഥാ വിവാദത്തിൽ പാർട്ടിയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു ഇ.പി. ജയരാജൻ. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിലുള്ളതുകൊണ്ട് മറ്റൊരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എന്തായാലും പോവില്ല. അതിനുശേഷം വളരെ ഗൗരവത്തിലുള്ള ചർച്ച ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.